ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട്, ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഒരു ഒക്ടോബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയയ്ക്കുക. അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ മെസ്സേജ് അയയ്ക്കുക. വാട്സാപ്പിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലിട്ടുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. അതും അല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കാം. ഞാൻ ഈ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മെസ്സേജിങ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ഫോൺ കോൾസ് ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ മെസ്സേജ് ചെയ്താൽ ഞാൻ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തോളാം. അതല്ലാണ്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അതും നിങ്ങൾ ചെക്ക് ചെയ്യുക. ചാനലിൽ മെമ്പർ ആവാൻ നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് പറയണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിൻ്റെ? നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ ഒക്ടോബർ മാസത്തിൻ്റെ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഇത് തീമാണ് നിങ്ങളുടെ ഒക്ടോബർ മാസത്തിൻ്റെ. അപ്പം നിങ്ങളുടെ തീം എന്താണ്? ബ്രിഡ്ജിന് വന്നിട്ടുണ്ട്, സക്സസ്ഫുള്ളി ഓവർകമ്മിങ് എ പ്രോബ്ലം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒക്ടോബർ മാസത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് വെച്ചാൽ അതിനെ നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ഓവർകം ചെയ്യും. അത് അത്ര ഒരു വലിയ പ്രോബ്ലം ആവില്ല ഈ മാസം. സെക്കൻഡ് കാർഡ് ഇവിടെ ക്രൗൺ ആണ്. ഓണർ ആൻഡ് റെസ്പെക്റ്റ് വിൽ കം ടു യു. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കിനൊക്കെ നല്ല റിവാർഡായി കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ റെക്കഗ്നിഷൻ കിട്ടും. നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ട് അതിൽ ഒന്നും പറഞ്ഞ ഒരു നല്ല ഔട്ട്കം ഇല്ല എന്ന ഫീലിംഗ് ഉണ്ട് വെച്ചാൽ ഈ മാസം കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്ത എഫേർട്ടിന്, നിങ്ങൾ ഇടണ എഫേർട്ടിനൊക്കെ നിങ്ങൾക്ക് അതുമാതിരി റിവാർഡും കിട്ടും. ഇവിടെ മൂന്നാമത്തെ കാർഡ് നോട്ട്, അൺസക്സസ്ഫുൾ പ്ലാൻസ്. അപ്പോൾ ചില പ്ലാൻസൊക്കെ വർക്കൗട്ട് ആവില്ല. പക്ഷെ നമ്മൾക്കത് നോക്കാം എന്താണെന്ന്, എക്സാക്ട്ലി എന്ത് പ്ലാൻസ് ആണ് ഇതെന്ന് നമ്മൾക്ക് ടാരോ ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ നിങ്ങളുടെ ടാരോ മെസ്സേജ് എന്താണ് ഒക്ടോബർ മാസത്തിൻ്റെ ക്യാൻസർ? നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് കിങ് ഓഫ് സോഡ്സ്. കിങ് ഓഫ് സോഡ്സ് അക്വേറിയസ് എനർജിയാണ്. എന്താണ് നിങ്ങളുടെ പാസ്റ്റിൽ? നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ കറണ്ട് ഒക്ടോബർ മാസത്തിൻ്റെ എനർജി നിങ്ങളുടെ ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്താണ്? ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജി 6 ഓഫ് കപ്സിൻ്റെ ആണ്. നിങ്ങളുടെ ചാലഞ്ച് എന്താണ് ഈ മാസം? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചാലഞ്ച് കിങ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ അഡ്വൈസ് ചാരിയറ്റ് എനർജി. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ 3 ഓഫ് പെൻറ്റിക്കിൾസ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം നമ്മൾക്ക് നോക്കാം എൻഡിൽ. അപ്പോൾ ഈ കാർഡ് ഞാൻ ഇവിടെ വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം ക്യാൻസർ കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതൊരു കുറേ ഒരു പ്രാക്ടിക്കൽ പേഴ്സൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഈ മാസം നിങ്ങൾ ചെയ്യണ എടുക്കണ ആക്ഷൻസും ഡിസിഷൻസ് എടുക്കണതൊക്കെ കുറേ പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങൾ ചിന്തിക്കണേ. നിങ്ങൾ ആക്ച്വലി ഒരു വാട്ടർ സൈൻ ആണ്. അപ്പോൾ നിങ്ങൾ യൂഷ്വലി കുറേ ഇമോഷണൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഈ മാസം അങ്ങനെ അല്ല. നിങ്ങൾ കൂടുതൽ പ്രാക്ടിക്കലായിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ കിങ് ഓഫ് സോഡ്സ് ചിലപ്പോൾ വേറെ ഒരു പേഴ്സൻ്റെ എനർജിയും ആവാം. നിങ്ങളുടെ തന്നെ എനർജി ആവണം എന്നില്ല. മേ ബി നിങ്ങളൊരു വേറെ പേഴ്സൻ്റെ കൂടെ ഡീൽ ചെയ്യേണ്ട വെച്ചാൽ ആ പേഴ്സൻ്റെ എനർജിയും ആവാം. അപ്പോൾ ആ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി. പക്ഷേ ഇത് നിങ്ങളുടെ ഓവറോൾ എനർജിയാണ്. അപ്പോൾ മിക്കവാറും ഇത് നിങ്ങളുടെ എനർജി തന്നെ ആയിരിക്കും.
പേജ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ ആവാം, ഇല്ലച്ചാൽ ഒരു പ്രോജക്റ്റ് ആവാം, ഒരു പുതിയ പ്രോജക്റ്റ്, അതല്ലച്ചാൽ ഒരു ജോബ് ഓഫറും ആവാം. ഓക്കെ, അപ്പോൾ എന്തോ ഒരു പുതിയ ബിഗിനിങ്, ഒരു ഫിനാൻഷ്യൽ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം, എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയോ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യണോ, അങ്ങനത്തെ എനർജിയും ആവാം. ഒരു നല്ല മ്യൂച്വൽ ഫണ്ടോ ഷെയർസോ അങ്ങനെ എന്തെങ്കിലും. ഇവിടെ ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. അപ്പോൾ ഇതൊരു വൈഫ് ഇല്ലച്ച മദറുടെ എനർജിയാണ്, ഒരു മദർലി പേഴ്സൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ. അപ്പോൾ ഈ മാസം നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഇത് ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, പാർട്ട്ണറുടെ എനർജി ആവാം, കുട്ടികളുടെ എനർജി ആവാം. അപ്പോൾ അവരുടെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യണത് ഈ മാസം. ചില സമയത്ത് കിങ് ഓഫ് സോഡ്സ് ഒരു ലോയർ ഇല്ലേച്ച് ഡോക്ടറുടെ എനർജിയും ആവാം. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മേ ബി അവരുടെ ഹെൽത്തിൻ്റെ കാരണം നിങ്ങൾക്ക് ഒരു ഡോക്ടറിനെ മീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതല്ലച്ചാൽ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ അഡ്വൈസ് വേണം, ഒരു എക്സ്പേർട്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ആവാം. അപ്പോൾ ഞാൻ വേറെ ഒരു കാർഡും എടുത്ത് നോക്കാം എന്താണ് ഇവർ ഇങ്ങനെ. അപ്പോൾ 7 ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ അതും ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിക്കാണ്ട്. കുറേ ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ട ഈ മാസം. പക്ഷേ സൂക്ഷിക്കാനുള്ളത് എന്താ വെച്ചാൽ ഇതിലെല്ലാവരെയും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി പൈസയുടെ കാര്യത്തിൽ ഇല്ലച്ചാൽ ഞാനിവിടെ കാണുന്നത് എന്തോ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഇത്രയും ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഒരു പേഴ്സണിൻ്റെ കൂടെ ഡീൽ ചെയ്യുക. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ എന്തോ ചീറ്റിങ്ങിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ ഇതിൽ ഏതോ ഒരു പേഴ്സൺ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഓണസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അത് സൂക്ഷിക്കണം. 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. ഓക്കെ, അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെയിറ്റിംഗ് എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ എഫേർട്ട് ഇട്ടു, എനർജി ഇട്ടു. ഓഫീസിൻ്റെ കാര്യത്തിലായിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം. ആൻഡ് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു, എന്നുവെച്ചാൽ നിങ്ങൾ എന്തോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ കാണുന്നത് ആ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി. പറഞ്ഞാൽ നിങ്ങൾ എന്തെന്ന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് വെച്ചാൽ അതിൻ്റെ എന്തോ ഒരു ഔട്ട്കം നിങ്ങൾക്ക് കിട്ടി. ഒരു സഡൻ ചേഞ്ച് ആയിരുന്നു ഇത്. പക്ഷെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത മാതിരി തന്നെയാണ് നിങ്ങൾക്കൊരു ഔട്ട്കം കിട്ടിയത്. ഞാനിപ്പോൾ കാണുന്നത് ഈ മാസം നിങ്ങൾ കുറേ കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോണു. ക്വീൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ കുറേ കോൺഫിഡൻസ് ഉണ്ട്, പാഷൻ ഉണ്ട്. ഇത് വേറൊരു പേഴ്സണും ആവാം, ഒരു ഏരീസ് ലിയോ സാജിറ്റേറിയസ് നിങ്ങളുടെ ലൈഫിൽ വരണു, അതും ആവാം. അപ്പം നിങ്ങളുടെ എനർജിയിൽ കുറേ ഒരു ഇംബാലൻസ് ആണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ ഓഫീസിൻ്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും കാര്യങ്ങൾ പിക്കപ്പ് ആവുന്നുണ്ട്. ആൻഡ് ലവ് റിലേഷൻഷിപ്പിലും കാര്യങ്ങൾ പിക്കപ്പ് ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാം കൂടിയും അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആദ്യം ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ കരിയറിലും ഒരു പുതിയ തുടക്കമുണ്ട്. ആൻഡ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും എന്തോ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. എല്ലാം ഒരു സ്റ്റേബിൾ ബിഗിനിങ് ആണ്. ഇപ്പോൾ ഫ്യൂച്ചറിൽ പോകുമ്പോഴേക്കും ഞാൻ കാണുന്നത് ഇവിടെ ഒരു 6 ഓഫ് കപ്സ് എനർജിയാണ്. ഇതൊരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജിയാണ്, റീകൺസിലിയേഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിന് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണു. ഈ പേഴ്സൺ കുറേ ഒരു പോപ്പുലർ പേഴ്സണാണ്, കുറേ പറഞ്ഞാൽ ഫ്രണ്ട്സ് ഉള്ള പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്. ആൻഡ് കുറേ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ ഷുവർ അല്ല എന്താ വേണ്ടതെന്ന്. ഇവിടെ ഈ പേഴ്സണെ നിങ്ങൾ ഇഷ്ടമായിരുന്നു, അല്ല മുമ്പേ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മേ ബി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പും ആവാം. പക്ഷേ എന്തായാലും ഈ പേഴ്സൺ ഏതോ ഒരു പാസ്റ്റിൻ്റെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചാലഞ്ച് നിങ്ങൾക്ക് കിങ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ചാലഞ്ചിൽ ഞാൻ കാണുന്നത് കിങ് ഓഫ് വാൻഡ്സ്, ഇവിടെ ക്വീൻ ഓഫ് വാൻഡ്സ് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇതും ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ തന്നെ എനർജിയാണ്. എന്തോ ഇവിടെ ചാലഞ്ചായിട്ട് കാണുന്നത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി കുറേ കാര്യങ്ങൾ ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, ഇല്ല വെച്ചാൽ നിങ്ങളുടെ കലീഗോ ഫ്രണ്ട് ആവാം, ഫാമിലി മെമ്പർ ആവാം. ഈ പേഴ്സൺ കുറേ പറഞ്ഞാൽ അവർക്ക്
ഒട്ടും നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞാൽ ഒട്ടും നിങ്ങൾ രണ്ടാളും ബിസി സ്കെഡ്യൂൾ ആയതുകൊണ്ട് സമയം കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു എനർജി ആവാം. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഇതൊരു പുതിയ തുടക്കവും ആവാം. പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇഷ്ടമാണ്, പക്ഷേ ഈ മാസം അത് കുറച്ചൊരു ചാലഞ്ചാണ്. എന്താ വെച്ചാൽ ഇവിടെ സമയത്തിൻ്റെ കുറവുണ്ട്. അതല്ലാണ്ട് എന്തോ വേറെ കാര്യങ്ങളും ഒരുമിച്ച് നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. കുറേ ട്രാവലുണ്ട്, ജോലിയുടെ കാര്യങ്ങളുണ്ട്, വീട്ടിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇംബാലൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പേജ് ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു റിലേഷൻഷിപ്പ് മാരേജിൻ്റെ പ്രപ്പോസലും ആവാം. ഓക്കെ, അപ്പോൾ മാരേജ് പ്രപ്പോസൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യണം എന്നുണ്ടാവും, പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അഡ്വൈസ് യൂണിവേഴ്സ് നിങ്ങളോട് ചാരിയറ്റ് ആണ് അഡ്വൈസ് ഇവിടെ ഉള്ളത്. നിങ്ങളോട് യൂണിവേഴ്സ് മുമ്പോട്ട് പോകാനാണ് പറയണത്. ഒന്നും പേടിക്കാണ്ട് മുമ്പോട്ട് പോവുക. ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ എനർജിയാണ്. പൈസയുടെ കാര്യത്തിൽ കുറേ അബണ്ടൻസ് വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അതുണ്ടായിട്ടും കുറേ സ്ട്രെസ്ഡ് ആണ്. ഇതിൻ്റെ കാരണം എന്താ? ഈ സ്ട്രെസ്സ് ഉണ്ടാവാനുള്ള കാരണം സൺ. അപ്പോൾ ഇത് ലാക്ക് ഓഫ് ക്ലാരിറ്റിയുടെ കാരണമായിരിക്കാം. നിങ്ങൾക്ക് ക്ലിയർ അല്ല നിങ്ങളുടെ മനസ്സിൽ. കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒരു പാസ്റ്റ് പേഴ്സൺ വരുന്നുണ്ട്, ഒരു പുതിയ പേഴ്സൺ ഉണ്ട്, ജോലിയുടെ കാര്യമുണ്ട്, പിന്നെ വീട്ടിൻ്റെ കാര്യമുണ്ട്, ഹെൽത്തിൻ്റെ കാര്യം. അപ്പോൾ എല്ലാം കൂടിയും കുറച്ചൊരു കൺഫ്യൂഷൻ, സ്ട്രെസ്സ്, ആങ്സൈറ്റി അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതുണ്ടായാലും കുറേ ഒരു പോസിറ്റീവ് മാസമാണ് ഇത്. എന്നുവെച്ചാൽ എല്ലാം ഈ ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഒരു പോസിറ്റീവ് ചേഞ്ചസ് ആണ് വരണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ഹാപ്പിനെസ്സും അബണ്ടൻസ് ആണ് ആക്ച്വലി വരണത്. പക്ഷെ അതുണ്ടായാലും നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ ഞാൻ കാണുന്നത് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇവിടെ കൊലാബറേഷൻ കാണാണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ചിലവർക്ക് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. എന്താ വെച്ചാൽ നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകുമ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു പാസ്റ്റ് പേഴ്സണും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ നോക്കണു. ഈ പേഴ്സൺ ആക്ച്വലി കുറേ പാഷൻ കൊണ്ടാണ് വരണത് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് സൂക്ഷിച്ചിട്ട് വേണം തീരുമാനിക്കുക എന്നാണ് പറയണത്. എന്താ വെച്ചാൽ ഇവിടെ ഒരു പേഴ്സൺ, ഈ പാസ്റ്റ് പേഴ്സൺ ഒരു പ്രാവശ്യം നിങ്ങളുടെ ലൈഫ് വിട്ടു പോയതാണ്. ഇപ്പോൾ തിരിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഈ പേഴ്സണെ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. പേജ് ഓഫ് വോൺസ് ഉണ്ട് ഇവിടെ. അപ്പോൾ പേജ് ഓഫ് വോൺസ് ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ്, ഒരു ന്യൂ മെസ്സേജിൻ്റെ എനർജിയാണ്. ഹാങ്ഡ് വൺ, ഞാൻ പറഞ്ഞ മാതിരി സൂക്ഷിച്ചിട്ട് വേണം എല്ലാം കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക, ചൂസ് ചെയ്യുക. പേജ് സോജ് എല്ലാം കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണം, ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം എന്തെങ്കിലും മുമ്പോട്ട് പോവുക. ക്വീൻ ഓഫ് കപ്സ് അത് നിങ്ങളുടെ എനർജിയാണ്. പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ സൂക്ഷിച്ചിട്ട് ഡിസിഷൻ എടുക്കില്ല വെച്ചാൽ ഒരു പേഴ്സൻ്റെ ഇവിടെ മനസ്സ് നിങ്ങൾ ചിലപ്പോൾ ആ പേഴ്സൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നുണ്ടാവും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. എന്നുവെച്ചാൽ എസ്പെഷ്യലി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെച്ചാൽ പറഞ്ഞാൽ ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ടെച്ചാൽ ആൻഡ് നിങ്ങൾ ആ പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു എടുക്കുന്നുണ്ടെച്ചാൽ ആ മറ്റേ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. പക്ഷേ എന്തായാലും ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഞാൻ കാണുന്നുണ്ട് ആൻഡ് ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തോ ഒരു എൻഡിങ്ങും പുതിയ ബിഗിനിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടെച്ചാൽ അത് ഒരു കോംപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വഴിയുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എന്നുവെച്ചാൽ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് ഞാനിവിടെ കാണുന്നത്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിൻ്റെ മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അത് പെയ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യുക. എൻ്റെ മെസ്സേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.